എത്ര കഥകൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നോ എത്ര കഥ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ഞാൻ അതിൻ്റെ പരസ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ എന്ന് വെച്ചാൽ മഹാകവി കാളിദാസന്റെ ജീവിത ചരിത്രമാണ്. വളരെ സംഭവബഹുലമായ ജീവിത ചരിത്രം ഞാൻ കഥാപ്രസംഗമായിട്ട് ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം ഞാൻ വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. അന്ന് ഞാൻ മഹാകവി കാളിദാസൻ എന്ന പേരിലാണ് അത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ കഥയുടെ പേരിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഉജ്ജയിനിയിലെ രാപ്പകലുകൾ. അത് വളരെ സംഭവബഹുലമായ ഒരു ജീവിതമായിരുന്നു കാളിദാസന്റെ ജീവിതം. നമുക്ക് വളരെ സംഭവബഹുലമായ, വളരെ ഒരു തീവ്രമായ ഒരു ഒരു ജീവിത കഥയാണ്. ഈ കാളിദാസന്റെ ജീവിതം തന്നെ ഒരു കഥയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ മാളവ്യാഗ്നിമിത്രം, ശാകുന്തളം, മേഘസന്ദേശം, രഘുവംശം, വിക്രമോർവശീയം, എല്ലാം ഞാൻ അതിനകത്ത് ഓരോ സന്ദർഭങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പഠിച്ചിട്ട്, ശരിക്കും നന്നായിട്ട് ഞാൻ പഠിച്ചിട്ട് അതെല്ലാം ഞാൻ അതിൻ്റെ വേണ്ട സ്ഥലത്തെല്ലാം ഞാനത് സന്നിവേശിച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് അതിൽ ചേർത്ത് തുന്നിയെടുത്ത ഒരു മനോഹരമായ എന്താ പറയുക, കൈലേസ് പോലെ എത്ര സുന്ദരമായ കഥയെന്നറിയോ കാളിദാസന്റെ ആ ജീവിതകഥ. ആ ജീവിതം തന്നെ കഥയായിട്ട് മാറിയ വളരെ നമ്മളെ കണ്ണുനീരണിയിക്കുന്ന ഒരു ജീവിതകഥ. അത് ശൃംഗാരത്തിൽ നിന്നും തുടങ്ങി കരുണത്തിൽ ചെന്ന് തലതല്ലി അവസാനിക്കുന്ന ഒരു ജീവിതമായിരുന്നു കാളിദാസൻ്റേത്. മാത്രമല്ല അത് ഭക്തിസാന്ദ്രമാണ്. അതിനകത്ത് ഭഗവതി ശ്രീ ഭദ്രക ഒരു കഥാപാത്രം കൂടിയാണ്. അത് ശ്യാമളാദണ്ഡകം പോലുള്ള മനോഹര കാവ്യം, ഉജ്ജ്വലമായ കാവ്യം ഞാൻ അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്യാമളാദണ്ഡകം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ മാണിക്യ വീണ മുബലാലയന്തി മദാലസ മഞ്ജുള വാഗ്വിലാസ മഹേന്ദ്രദീനതുതി കോമളാംഗി മാതംഗ കന്യാ മനസാൽ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമരാഗശോണേ പുണ്ട്രേഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ ജഗതേ ഗമാതേ. അങ്ങനെയുള്ള ശ്യാമളാദണ്ഡകം, രഘുവംശം, മാളവ്യാഗ്നിമിത്രം, വിക്രമോർവശീയം, ഉത്തരകലാമൃതം എന്ന ഒരു ഗ്രന്ഥം കൂടി കാളിദാസന്റെ ഉള്ളതായി പറയുന്നു. അത് ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഭംഗേന്ദ്രേണ ഈ കാവ്യത്തിൽ ഉൾപ്പെടുത്താൻ, ഈ കഥാപ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉത്തരകലാമൃതം കാളിദാസൻ്റെതാണെന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെ കാളിദാസന്റെ സംഭവബഹുലമായ ട്രാജിക്കായിട്ടുള്ള നിലത്ത് വീണുടഞ്ഞ ഒരു കുപ്പിപ്പാത്രം പോലെയുള്ള ജീവിതം. ശരിക്കും പ്രതിഭാശാലികളുടെ ജീവിതമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം ഇങ്ങനെയാവും. ചങ്ങമ്പുഴയുടെ ജീവിതം മറ്റൊരു തരത്തിലാണ് ഒക്കെ നമുക്ക് അറിയാം. പ്രതിഭാശാലികളുടെ ജീവിതം അത്ര സന്തോഷപ്രദമായിരിക്കില്ല. ഇതെല്ലാം ഞാനത് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ്. നിങ്ങൾ കേൾക്കേണ്ട ഒരു കഥയാണ്. എന്തോ അതെ 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 നിങ്ങളത് കേൾക്കേണ്ട കഥയാണ്. അതും ഞാൻ ഈ വർഷം അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ഞാൻ എൻ്റെ പരസ്യം ഇട്ടിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ പരസ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അമ്പല കമ്മിറ്റിക്ക് അതറിയാം. അവരൊന്ന് വിളിച്ചാൽ നമുക്ക് നമ്മുടെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഭക്തജനങ്ങളുടെ ഇടയിൽ അതൊരു മുതൽക്കൂടായിരിക്കും. അത് വളരെ അറിവ് തരുന്ന, നമുക്ക് പഠനാർഹമായ, പഠിച്ചു പോകുന്ന സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കേട്ടിരിക്കേണ്ട ഒരു ഇതാണ്. നിങ്ങൾക്ക് ഒരു 500 പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ 1.5-2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ തേനീച്ച പലവിധമായ പൂവിൽ നിന്നും തേനെടുത്തിട്ട് അത് ഉള്ളിൽ കഴിച്ച് ചില എൻസൈമുകളായിട്ട് പ്രവർത്തിച്ച്, ചില രാസാഗ്നികളായിട്ട് പ്രവർത്തിച്ച് അത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ തേൻ എന്ന് പറയുക. അനേക ഗ്രന്ഥങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് ഇത്തരം സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചിട്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാകുന്നത്. വിജയിലെ രാപ്പകലുകളൊക്കെ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ തള്ളിക്കളയരുത്. അതിനെനിക്ക് വേദികൾ തരണം, വേദികൾ തന്ന് അനുഗ്രഹിക്കണം. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി വിലയിരുത്തണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.